തകർന്ന കാലും തളർന്ന മനസ്സുമായി വീൽ ചെയറിലിരുന്ന അബ്ദുൾ ലത്തീഫിന്റെ കൈകൾ പിടിച്ച് ഓരോരുത്തരും നെറുകയിൽ ചുംബിച്ചു. ആർക്കും പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. സങ്കടങ്ങളുടെ ഇന്നലെ തന്നെ പോലീസ് പിടിച്ചതാണ് അറിയുന്നത്. ഓക്കെ, അറിയുന്നതെന്നല്ല, സത്യസന്ധമായ കാര്യം തന്നെയാണ്. പോലീസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോവുക, ഇല്ലേ? ഒരു മതവിഭാഗത്തിനെ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോശപരമായ ഒരു കമന്റ്. അബുദാബിയിൽ ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുള്ള 4 പിഞ്ചു മക്കളെ നമ്മളെല്ലാവരും കണ്ടയാണ്, അല്ലേ? ആ ഒരു വാർത്ത കണ്ണ് നനയാതെ നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരുന്നു. ആ ഒരു മാതാപിതാക്കൾ 4 മക്കൾ ഒരുമിച്ചാണ് ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയിട്ടുള്ളത്. എന്തൊരു പരീക്ഷണമാണെന്ന് ആലോചിച്ച് നോക്കി, അല്ലേ? ആ ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും ആ ഒരു വിഷമം എത്രത്തോളമാണെന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ സാധിക്കത്തില്ല. ആ ഒരു വാർത്ത നമ്മളെല്ലാം കണ്ടയാണ്. ആ 4 സഹോദരങ്ങൾക്ക് ഒരു സഹോദരിയാണുള്ളത്. ആ ഒരു കുഞ്ഞ് മാത്രമേ ഇന്ന് ജീവനോടെ ഉള്ളൂ. കൂടെ കളിച്ച് വളർന്ന് ചിരിച്ച് സന്തോഷത്തോടു കൂടി യാത്ര ചെയ്ത് കൂടെ ഉണ്ടായിരുന്ന 4 സഹോദരങ്ങൾ ഒരുമിച്ച് മരണപ്പെട്ടു പോയിട്ടുള്ളത് ഇപ്പോഴും ആ കുഞ്ഞ് സഹോദരി, ആ കുഞ്ഞ് മോള് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ആ കബർ 4 മക്കളുടെ കബറടക്കുന്ന സമയത്താണ് ആ മാതാപിതാക്കൾ പോലും അറിഞ്ഞത് തന്നെ. ആ പിതാവിനെ നമ്മളെല്ലാവരും കണ്ടയാണ് ആ കബറടക്കുന്ന സ്ഥലത്ത് വീൽ ചെയറിനകത്ത് വന്നു പോകുന്നത്. കണ്ണ് നനയാതെ നമുക്കത് കാണാൻ സാധിക്കത്തില്ല, അല്ലേ? ഈ ഒരു അപകടത്തിന് ശേഷം 4 മക്കൾ മരിച്ചതിന്, ഈ ഒരു അപകടം കഴിഞ്ഞ് 4 മക്കൾ മരിച്ചതിന് ശേഷം ഒരു നാറി ഇട്ടൊരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്. ജോസഫ് ബെന്നി എന്ന് പറയുന്ന ഒരു നാറി, ഈ ഒരു പുഴുത്ത വർഗീയ പട്ടി ഇട്ട പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടയാണ്. ആ പോസ്റ്റിൽ അവൻ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പന്നി പെറ്റു കൂട്ടുന്ന പോലെയല്ലേ കൂട്ടുന്നത്, കുറേ ചത്തൊടുങ്ങിയാൽ എന്താ, വീണ്ടും ഉണ്ടാക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വർഗീയവാദിയിട്ട ഈ ഒരു പോസ്റ്റ് നമ്മളെല്ലാവരും കണ്ടതാണ്, അല്ലേ? ഈ നാറിയ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അതാണ് വേണ്ടുന്നത്. ഈ ഒരു പോസ്റ്റിന് ശേഷം ഇവനെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവൻ സൗദിയിലാണ് ജോലി ചെയ്യുന്നത്, ഇവൻ സൗദിയിലാണ്, റിയാദിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. എന്നാൽ ആ ഒരു വീഡിയോ സത്യമല്ല. ഇവനെ പോലീസ് പിടിച്ചിട്ടില്ല. സൗദി പോലീസ് ഇവനെ പിടിച്ചു, ഈ ഒരു പോസ്റ്റിന് ശേഷം പിടിച്ചെന്നൊക്കെയാണ് കുറേ അടുത്ത് ഞാനും കണ്ടത്. പക്ഷേ എന്നാൽ അവനെ പിടിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ അവൻ്റെ അക്കൗണ്ടിലൂടെ തന്നെ അവൻ വീണ്ടും ഒരു പോസ്റ്റിലൂടെ തന്നെ അറിയിച്ചിരിക്കുകയാണ്. എന്നാലും ഈ 4 മക്കളെ മരണത്തിന് ശേഷം വന്നൊരു വാർത്ത ഞാനിവിടെ വയ്ക്കാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. കാരണം കണ്ണ് നനയിക്കാതെ, അല്ലെങ്കിൽ നമുക്ക് മനസ്സലിയിക്കാതെ ഈ ഒരു വാർത്ത കാണാൻ പറ്റത്തില്ല. അത്രയ്ക്കും വിഷമവും സങ്കടവും സഹിച്ചു പിടിച്ച് നമുക്ക് ഈ ഒരു വാർത്ത കാണാൻ പറ്റും. അങ്ങനെ ഒരു 4 മക്കൾ മരണത്തിലേക്ക് പോയ സമയത്ത് ഇതുപോലുള്ള വർഗീയ പട്ടികൾ വന്ന് ഇതുപോലുള്ള കമൻറ്റുകളും പോസ്റ്റുകളും ഇടുന്ന ഇവനെയൊക്കെ ഉണ്ടല്ലോ, ഇവനെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലണം, അതാണ് വേണ്ടുന്നത്. ഇവനെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. എന്തായാലും ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. വാഹനാപകടത്തിൽ 4 കുരുന്നുകളെ നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ സങ്കടത്തിൽ പങ്കുചേർന്ന പ്രവാസികളും ദുബായിലെ ഉന്നത ഉദ്യോഗസ്ഥരും. സങ്കടങ്ങൾ പൊറുക്കാൻ മനസ്സിന് കരുത്തു നൽകട്ടെ എന്ന് മക്കളെ നഷ്ടപ്പെട്ട പിതാവ് അബ്ദുൾ ലത്തീഫിനെ അവർ ആശ്വസിപ്പിച്ചു. ദുബായിലെ അൽവർക്ക ഗ്രാൻഡ് മോസ്കിലായിരുന്നു പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ. തകർന്ന കാലും തളർന്ന മനസ്സുമായി വീൽ ചെയറിലിരുന്ന അബ്ദുൾ ലത്തീഫിന്റെ കൈകൾ പിടിച്ച് ഓരോരുത്തരും നെറുകയിൽ ചുംബിച്ചു. ആർക്കും പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല. സങ്കടങ്ങളുടെ മഹാകടലായി പ്രാർത്ഥന നിറഞ്ഞ മനസ്സോടെ അബ്ദുൾ ലത്തീഫ് എല്ലാവരെയും കേട്ടു. ഹത്തയിൽ ക്യാമ്പ് ചെയ്യാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. മക്കളുടെ ആഗ്രഹം പരിഗണിച്ച് ഹത്തയിൽ നിന്നും ലിവയിലേക്ക് പോയി. അവിടെ നിന്നും ദുബായിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. ഇതായിരുന്നു അബ്ദുൾ ലത്തീഫിന്റെ മുറിഞ്ഞുപോയ വാക്കുകൾ. ദുബായ് പോലീസ്, മുനിസിപ്പാലിറ്റി തുടങ്ങിയവയിലെ ഉന്നത ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്ത് അബ്ദുൾ ലത്തീഫിനെ ആശ്വസിപ്പിച്ചു. വിവിധ മേഖലകളിൽ നിന്നുമുള്ള നിരവധി പ്രവാസികൾ ലത്തീഫിനെ ആശ്വസിപ്പിക്കാനും പ്രാർത്ഥനകളിൽ പങ്കാളികളാകാനും പള്ളിയിലെത്തി. അപകടത്തിൽ മക്കളായ അഷാസ്, അമാർ, അസാം, അയാഷ് എന്നിവരെയാണ് ലത്തീഫിനും ഭാര്യ റുക്സാനയ്ക്കും നഷ്ടമായി. കണ്ടല്ലേ, കണ്ണ് നനയാതെ നമുക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു വാർത്ത കാണാൻ സാധിക്കത്തില്ല. അത്രയ്ക്കും സങ്കടകരമായിട്ടൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഒരു പിതാവിൻ്റെയും ആ ഒരു മാതാവിൻ്റെയൊക്കെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ആ 4 മക്കളെ കബറടക്കുന്ന സ്ഥലത്ത് വന്ന ആ ഒരു പിതാവിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ജീവിതകാലം മുഴുവനും വളർത്തി വലുതാക്കിയ ആ ഒരു 4 പിഞ്ചോമനകളെ ഓർത്തിട്ട് അവരെന്തുമാത്രം വിഷമിക്കുമെന്ന് ആലോചിച്ച് നോക്കി. ആ മക്കളെ കബറടക്കാൻ കൊണ്ടുപോകുന്ന സമയത്താണ് ആ മാതാവ് വരെ അറിഞ്ഞത് ഇവർ 4 മക്കളും ഒരുമിച്ച് മരണപ്പെട്ടു പോയെന്ന്. ആ ഒരു മാതാവായിരുന്നു ആ ഒരു വാഹനം ഓടിച്ചത്. എല്ലാ മതത്തിലുമുണ്ട് ഇതുപോലെ കുറേ വർഗീയ പട്ടികൾ,
മതത്തെ തരംതിരിച്ച് മനുഷ്യനെ വേർതിരിച്ച് കാണുന്ന ഇതുപോലത്തുള്ള നാറികൾ എല്ലാ മതത്തിലുമുണ്ട്. ഇതുപോലുള്ള നാറികളെയൊക്കെ കല്ലെറിഞ്ഞ് കൊല്ലണം, ഓടിക്കണം, അതാണ് വേണ്ടുന്നത്. ഇനി ഇവനെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇവൻ റിയാദിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നിരുന്നു. ആ ഒരു വീഡിയോ കൂടെ ഞാനിവിടെ വെച്ച് തരാം. സത്യം പറഞ്ഞാൽ ഇവൻ മുമ്പ് വർക്ക് ചെയ്തിരുന്നത് സൗദി അറേബ്യ റിയാദിലാണെന്നാണ് പറയുന്നത്. ഇപ്പം ഇവൻ UK-യിലാണെന്നാണ് പറയുന്നത്. സൗദിയിൽ നിന്നൊക്കെ ഇവൻ UK-യിലോട്ട് പോയിട്ട് കുറേ വർഷങ്ങളായെന്നാണ് പറയുന്നത്. അപ്പം ഇവനെ പിടിച്ചു, സൗദി പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുള്ളൊരു വീഡിയോ കൂടെ ഞാൻ ഇവിടെ കാണിക്കാം. അതും കൂടെ ഒന്ന് കണ്ടു നോക്ക്. സുഹൃത്തുക്കളെ, കുറെ ആൾക്കാർ എന്നോട് വന്ന് ചോദിച്ചാണ് റാഫിക്ക് എന്താ ഇവന്റെ അപ്ഡേറ്റ്. അപ്പൊ സൗദിയിൽ റിയാദിൽ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കൃത്യമായിട്ടുള്ള വിവരം തന്നെയാണ്. ഇവരെ ഇന്നലെ തന്നെ പോലീസ് പിടിച്ചെന്നാണ് അറിയുന്നത്. ഓക്കെ, അറിയുന്നതെന്നല്ല, സത്യസന്ധമായ കാര്യം തന്നെയാണ്. പോലീസ് പിടിച്ചിട്ടുണ്ട്. നമ്മൾ ജീവിക്കാൻ വരുന്ന നാട്ടിൽ വളരെ മാന്യമായിട്ട് ജീവിച്ചു പോവുക, ഇല്ലേ? ഒരു മതവിഭാഗത്തിനെ കളിയാക്കാൻ പാടില്ല, അല്ലെങ്കിൽ മോശപരമായ ഒരു കമന്റ് ഇടാനും പാടില്ല. പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഇസ്ലാമിനെതിരെയൊക്കെ ഇത്തരം കമന്റുകളൊക്കെ ഇടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 4 പിഞ്ചു മക്കൾ മരിച്ചപ്പോൾ എന്താ പറയുന്നത്? ഏതെങ്കിലും ഒരു മുസൽമാൻ ഇവനെതിരെ എന്തെങ്കിലും പറഞ്ഞു? സൗദി അറേബ്യയിലല്ലേ നീ ജീവിക്കുന്നത്? നിന്റെ കുടുംബം, നിന്റെ മക്കള്, നിന്റെ അമ്മ, അച്ഛൻ, നിന്റെ കുടുംബക്കാരെല്ലാം. ഒരു പക്ഷേ തെറ്റായിട്ടുള്ള അറിവായിരിക്കാം. ഈ വീഡിയോയുടെ സത്യാവസ്ഥ എനിക്ക് അറിയത്തില്ല, പിടിച്ചോ ഇല്ലയോ എന്ന് അറിയത്തില്ല. പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടായിരുന്നു. കാരണം ജോസഫ് ബിന്നി എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിലാണ് കണ്ടത്. കാരണം ഇവനെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒരുപാട് ആളുകൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതും കൂടെ ഞാൻ ഇവിടെ നിന്ന് വെക്കാം, ഞാനൊന്ന് വായിക്കാം. എന്നെ പിടിച്ച് കൂട്ടിലിട്ട് നാട് കടത്തി ജോലി പോയി എന്നൊക്കെ പറയുന്നത് വ്യാജമാണ് ഗൈസ്. ഞാൻ ഇപ്പം റിയാദിലില്ല, ഞാൻ ഇപ്പം യൂറോപ്യൻ രാജ്യത്താണ്. റിയാദൊക്കെ വിട്ടിട്ട് ഞാൻ കുറേ വർഷങ്ങളായി. ഇപ്പോൾ ഞാൻ യൂറോപ്യൻ രാജ്യത്താണുള്ളത്. എന്നെ തൊടാൻ ഇവിടെ ഒരാൾക്കും സാധിക്കത്തില്ല. ഇത് നിങ്ങളുടെ അറബ് രാജ്യമല്ല, ഇത് വേറെ രാജ്യമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടേക്കുവാണ്. ഇവനെ പിടിച്ചോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഇവനെ പിടിച്ചിട്ടില്ലെങ്കിൽ ഇവൻ്റെ ഫോട്ടോ അറിയാവുന്ന ഒരുപാട് ആളുകൾ കാണും, അല്ലേ? ഇപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇത് ഷെയർ ചെയ്ത് ഒരുപാട് ആളുകൾ കയ്യിൽ എന്തായാലും എത്തിക്കാണും. ഇവനെപ്പോലെയുള്ള വർഗീയവാദികളെയൊക്കെ സമൂഹത്തിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ടിരിക്കല്, അതാണ് വേണ്ടുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കി, 4 കുഞ്ഞു മക്കൾ മരണത്തിന് കീഴടങ്ങിയപ്പോഴത്തേക്ക് അതിനെ അധിക്ഷേപിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ട ഈ വൃത്തികെട്ട നാറിയെ സമൂഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കണം. കാരണം ഇവൻ ജോലി ചെയ്യുന്നത് ഇനി എവിടാണെങ്കിലും ആ ഒരു രാജ്യത്ത് ഇവനെ പോലെയുള്ള വർഗീയവാദികളെ വെച്ചു പൊറുപ്പിക്കരുത്, അതാണ് വേണ്ടുന്നത്. ഇനി ഏത് രാജ്യവും ആയിക്കോട്ടെ, ഏത് മതമോ ആയിക്കോട്ടെ, മനുഷ്യരെല്ലാം തുല്യമായിട്ട് കണക്കാക്കുന്നവനെയാണ് മനുഷ്യൻ എന്ന് വിളിക്കേണ്ടത്, അല്ലേ? അല്ലാതെ ഇതുപോലെയുള്ള വർഗീയ പട്ടികളെയല്ല മനുഷ്യൻ എന്ന് വിളിക്കേണ്ടത്. ഈ വീഡിയോകളൊക്കെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് ഈ നാറിയെ എവിടാണെങ്കിലും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ സഹായിക്കുക, അതാണ് വേണ്ടുന്നത്.